എല്ലാവർക്കും നമസ്കാരം. ട്രാവലർ ഓഫ് കോർമലിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സൂവിലെ കാഴ്ചകളൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. സൂവിലെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി ഞങ്ങൾ ഹമൂദിൻ്റെ ഫാം ഹൗസിലെത്തി. സമയം ഏകദേശം 12 മണിയായി. ഇതൊരു കൊച്ചു ഗ്രാമമാണ്. ചരിത്രവും പ്രകൃതിയും ചേർന്ന് നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. പാറയുടെ മുകളിലെ പുരാതന വീടുകളും ഫലജ് ജലസേചന സംവിധാനം ഉപയോഗിച്ച് നിലനിൽക്കുന്ന തോട്ടങ്ങളും, മുകളിലാണെങ്കിൽ മൗണ്ട് ഷംസ്, ജബൽ ഷംസ് എന്നറിയപ്പെടുന്ന ഒമാനിലെ തന്നെ ഏറ്റവും ഉയർന്ന പർവ്വതങ്ങൾ. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമായ ഒരു ഗ്രാമം. ഞങ്ങളെ ഹമൂദ് ഏറെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവരുടെ കൃഷിയിടങ്ങൾ തുടങ്ങുന്നിടത്ത് തന്നെ മാതള നാരങ്ങയും മൊസാമ്പിയും നാരങ്ങയും ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അവൻ അതിൽ പഴുത്ത് നോക്കി പറിച്ച് ഞങ്ങൾക്ക് തന്നു. Take one by one and if you want take for one bag for home, it's okay. You are So, not but, using it. When they are coming weekend, they stay here. But our home, our own home for them. My father home is there. I told you my father home now, the building, and nearby my home. I'll show you. This is the grass, right? Yeah, be careful, huh? Company. ഇവിടെ നോക്കിക്കോളൂ. The way it's not here. Now we put it down, and now it starts. Now to comes like this. You just Like this it comes. It takes, you know, garlic. വെളുത്തുള്ളി കൃഷി ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അവനത് വിശദമായി സെൻജോന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 6 മാസം കൊണ്ട് വിളവെടുക്കാം എന്നാണ് പറയുന്നത്. വെള്ളത്തിന് വലിയ ക്ഷാമമൊന്നുമില്ല. ഫലജ് എന്ന ജലസേചന സംവിധാനം ഉപയോഗിച്ച് വെള്ളം എത്തും. പിന്നെ അവിടെ ഒരു 50 മീറ്ററോളം ആഴമുള്ള ഒരു കിണറുണ്ട്. അതിലും ധാരാളം വെള്ളമുണ്ട്. To make the mud softer. Yes. Put it like we put it like this. But this is we use it for for new one for next year. We can use it this for next year. Oh, next. Yeah, there's flower will come like this and we'll take that to eat. Yeah, this one. After that we collect it and put it like this small one again. ഇതൊക്കെ വിത്തിന് നിർത്തിയിരിക്കുന്ന സബോള തൈകളാണ്. കുറച്ചും കൂടി വളർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പൂവിടും. ആ പൂവെടുത്ത് വീണ്ടും അടുത്ത വർഷത്തെ കൃഷി ഇറക്കുമെന്നാണ് ഇവൻ പറയുന്നത്. Like recycled operation. Yeah. I thought onion we used to cut the onion and No. not like that. No, it's there is many process for some people they take it from now. For example, not this we use it for as I told you. For this one. This for seed. For seed, yes. And some people they use it, they sell it from like this to malls and whatever. But we put it comes this one very big. We use that one. White color onion. It comes there's white, there's red. This is red. Now because it's fresh Okay. to maybe 1 month back, it looks like white, but it comes red later on. But we have another one white. We are not grow it there. I think in that side. It's called, I think, this one is it's called clover, huh? Which one? Clover. Mustard. Mustard, yeah. ഈ കാണുന്ന പുല്ല് കണ്ടോ? ഞാനിത് മസ്റ്റാർഡ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അല്ല, ഇത് ഒട്ടകത്തിന് കൊടുക്കുന്ന തീറ്റപ്പുല്ലാണത്ര. ഇത് വെട്ടിക്കൊണ്ടു പോകാൻ ട്രക്കുകൾ വരും. അത് UAE കയറ്റി അയക്കുമെന്നാണ് അവൻ പറഞ്ഞത്. 200 റിയാലൊക്കെ ഒരു ട്രക്കിന് കിട്ടുമത്ര. And we also used to do old time. Yeah, cut it and put it in the one truck. They send it to UAE. Oh, They use it to UAE. per month 200 real. 200 riyal. That's a huge. Yes. You are saying like From the sea to Nazwa refinery, and then comes to here. okay. Pure water. Pure water comes Yeah. here, and from After here that they to will homes, supply to all the- homes. Okay. And you have to pay for government, for example. It depends the measurement of use. يعني. ആ കാണുന്ന പാറയ്ക്കടുത്ത് വലിയൊരു ടാങ്ക് ഉണ്ട്.
നിസ്വ റിഫൈനറിൽ നിന്ന് നമുക്ക് വെള്ളം ആ ടാങ്കിലെത്തും. അവിടെ നിന്ന് ഈ കാണുന്ന എല്ലാ കൃഷിയിടങ്ങളും നനയ്ക്കാനുള്ള വെള്ളം ആ ടാങ്കിൽ നിന്ന് കിട്ടും. ഇവിടെയൊക്കെ നനയ്ക്കുന്നത് ആ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഉപയോഗിച്ചാണ്. നല്ല പ്യൂറായിട്ടുള്ള വെള്ളമാണ്, കാരണം അത് റിഫൈൻ ചെയ്ത് വരുന്ന വെള്ളമാണ്. നട്ടുച്ച ആയതിന് അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് കൂടുതൽ അങ്ങ് പോകാതെ തിരിച്ചു നടന്നു. So the pillar will come from there. അവൻ്റെ ചേട്ടൻ്റെ വീട് പണി നടക്കുകയാണ്. 2 നില വീടാണ് പണിയുന്നത്. ഞാൻ പറഞ്ഞു ആ വീടിൻ്റെ ഒരു ബാൽക്കണി പണിത് കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. കാരണം മുമ്പിൽ തന്നെ കാണുന്നത് ജബൽ ഷംസ് മലയാണ്. ഒമാനിലെ തന്നെ ഏറ്റവും ഉയർന്ന പർവ്വതമാണ് ഈ മൗണ്ട് ഷംസ് അഥവാ ജബൽ ഷംസ്. അതുപോലെ അവിടെ നിന്ന് നോക്കിയാൽ മിസ്ഫത്ത് അൽ അബ്രീൻ കാണാം. അൽഹംറയുടെ സമീപത്തുള്ള മനോഹരമായ മലനിര ഗ്രാമമാണ് ഈ മിസ്ഫത്ത് അൽ അബ്രീൻ. പാറകളുടെ മുകളിൽ നിൽക്കുന്ന ഈ ഗ്രാമം പരമ്പരാഗതമായ മൺവീടുകൾ കൊണ്ടാണ് പ്രശസ്തം. എനിക്ക് തോന്നി അത് അങ്ങനെ എന്തോ ആണെന്ന്. ഏതാ ഈ ഈത്തപ്പനയ്ക്കൊന്നും നനയ്ക്കണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇതിന് നല്ല നന വേണം, നല്ല ചൂടും വേണം. ജൂണിലെ കൊടും ചൂടിലാണ് ഈ ഈത്തപ്പഴം പാകാവുക. അതുവരേക്കും ഈ മരങ്ങൾ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ 50 മീറ്റർ ആഴമുള്ള കിണർ, നല്ല വെള്ളമുണ്ട്. ഇതിലാണ് അവൻ്റെ വീട്ടിലേക്കുള്ള വെള്ളം എടുക്കുന്നത്. To my home, to that farm. Okay. അങ്ങനെ നടന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി. ബാക്കി നമുക്ക് ഫുഡ് അടിച്ചിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ഈ ഒമാനിൽ വന്ന കാലം മുതലുള്ള ഒരു ആഗ്രഹമാണ് ഒരു ഒമാനിയുടെ വീടിൻ്റെ ഉൾവശം കാണണമെന്നുള്ളത്. അത് അങ്ങനെ ഇന്ന് സാധിച്ചു. ഈ തണുപ്പ് കാലത്ത് ഇരിക്കാനും തീ കായാനും ഒക്കെ ആയിട്ട് അവൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇരിപ്പിടമാണ് ഇതിൻ്റെ പണിയാണ് ഈ കാണുന്നത്. പണി നടക്കുന്നതേ ഉള്ളൂ. അവന് സമയം കിട്ടുന്നതനുസരിച്ച് അവനത് കുറേശ്ശെ തീർത്തുകൊണ്ടിരിക്കും. വിഭവസമൃദ്ധമായ ഒരു ലഞ്ച് തന്നെയാണ് അവൻ ഒരുക്കിയിരിക്കുന്നത്. നല്ല ഉഷാറ് ഫുഡായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് നന്നായി കഴിച്ചു. രാവിലെ മുതൽ അവൻ്റെ സഹോദരിമാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്.
കുത്തുട്ടാ Don't worry, this is okay. I can take. എന്റെ കാലോടിഞ്ഞു. ആടും കോഴിയും പശുവും ഒക്കെ ഇവർ വളർത്തുന്നുണ്ട്. വലിയ തോതിലൊന്നുമില്ല, വളരെ കുറച്ച് പശുക്കളും കുറച്ച് ആടും കുറച്ച് കോഴികളൊക്കെയാണ് ഉള്ളത്. Even my kids is was scaring. You can touch, no problem. Not hit, don't hit. Every them, not hit. അത് കുത്തേണ്ട കാതാണെങ്കിൽ പശു 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 ഫാനൊക്കെ ഉണ്ടല്ലോ. Yeah, 6, 7, 8, 7. ഏടാ എന്നിട്ട് മനസ്സിലായ എന്നിട്ടാ ഈന്തപ്പഴം. ഇതാ ഇവിടെ കുറേ ഈത്തപ്പഴം കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് സെക്കൻഡ് ക്വാളിറ്റി ഈത്തപ്പഴമാണ്. ഇത് പശുവിന് കൊടുക്കാൻ വേണ്ടി കൂട്ടിയിട്ടിരിക്കുന്നതാണ് അത്രേ. അങ്ങനെ അവൻ്റെ ഫാം ഹൗസൊക്കെ വീണ്ടും നടന്നു കണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് തിരിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഒരു കുതിര വളർത്തൽ കേന്ദ്രത്തിലേക്കാണ്. കുതിര വളർത്തൽ കേന്ദ്രത്തിലെ വിശേഷങ്ങളും വ്യൂ പോയിൻറ്റും എല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.